ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത്, കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്, ഏലക്ക പൊട്ടിച്ചാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കര ഒന്ന് മെൽറ്റാക്കി. ഈ ശർക്കര ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാമേ. പാനിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ആട്ട എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ ആട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ. എന്നിട്ട് പിന്നെ കുഴച്ചെടുക്കാമേ. ഈ ശർക്കര എല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാമേ. ഇതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കാമേ. കൊഴുക്കട്ടയ്ക്ക് ചൂടുവെള്ളത്തിലിട്ടിട്ട് കുഴച്ചെടുക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ. നമ്മൾ അല്ലാതെ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നനച്ചു കൊടുക്കത്തില്ലേ, അതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇട്ടൊന്ന് കുഴച്ചെടുക്കാമേ. അപ്പോൾ ഇതിനൊന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് ഇട്ട് അതെല്ലാം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പാനിയാക്കിയത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ എടുത്ത് വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ ശർക്കര അല്ലാതെ ചേർക്കത്തില്ലേ, ഡയറക്റ്റ് ചേർക്കത്തില്ലേ തേങ്ങയ്ക്കകത്ത്, അതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇത് ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കൂടുതൽ വെള്ളമായാൽ ഇത് വറ്റി വരാൻ താമസം എടുക്കും. വെള്ളം ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ശർക്കര പാനിയെല്ലാം വറ്റി ഈ തേങ്ങയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാമേ. ഇനി തേങ്ങ കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണ്. അതെല്ലാം ഞാൻ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. സ്റ്റീമറിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാമേ.
ഇതൊന്ന് ആദ്യം കയറ്റിയെടുക്കാണ്. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. നിങ്ങളാണ് ഇത് തയ്യാറാക്കുമ്പോൾ ഇതിലാദ്യം കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണേ. അപ്പോൾ ഇതിൽ പറ്റി പിടിക്കത്തില്ല. ഞാൻ എണ്ണ പുരട്ടാൻ മറന്നുപോയി, അതുകൊണ്ട് ഇതിലെല്ലാം ഇത് പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീറ്റ് കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. ഇങ്ങനെ തയ്യാറാക്കിയ നല്ല ടേസ്റ്റാണ് കൊഴുക്കട്ടയ്ക്ക്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാമേ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.